വിഷ്ണു, ഈ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിലെ സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ബിനിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ഗർഡറുകൾ സ്ഥാപിച്ച ശേഷം രണ്ട് ഗർഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രമേ അത് ശക്തമായിരിക്കൂ, ബലത്തോടെ ഇരിക്കൂ എന്നത് വളരെ കൃത്യമായി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബിനിൽ ഇപ്പോൾ വിവരിക്കുകയുണ്ടായി. അങ്ങനെ രണ്ട് ഗർഡറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതുവരെ അപകട സാധ്യത നിലനിൽക്കുന്ന സമയത്ത് വാഹനം അതുവഴി കടത്തിവിടാതിരിക്കുക, അല്ലെങ്കിൽ വാഹനം നിയന്ത്രണങ്ങളോടെ വഴിതിരിച്ചു വിടുക എന്ന ഒരു കാര്യം ഇവർക്ക് ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ നിസ്സാരമായി കാണുന്നത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെന്ന ചോദ്യമാണ് ഉയരുന്നത് വിഷ്ണു. മോത്തി, ഇത് ഈ ആലപ്പുഴ ഈ ദേശീയപാതയുടെ ഉയരപാതയുടെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു അപകടമല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇതിനു മുൻപും പല കുറി ഇവിടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടയിൽ തന്നെ കുറച്ച് അപ്പുറം ഇതുപോലെ ഗർഡറുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഫ്രെയിമുകൾ താഴെ വീണുണ്ടായ ഒരു വലിയ അപകടമുണ്ടായിരുന്നു. അന്ന് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഇത്തരം വലിയ ഒരു ആളപായത്തിലേക്കും മറ്റും പോകാതിരുന്നത്. അതിനുശേഷവും നിരവധിയായിട്ടുള്ള അപകടങ്ങൾ, ഇത് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുള്ളതടക്കമുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. ഈ പരിസരവാസികളൊക്കെ സ്ഥിരം പരാതി പറഞ്ഞ് അവർക്ക് മടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ആളുകളുടെ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലെങ്കിൽ പോലും അത് വിട്ട് ഈ നിർമ്മാണത്തിലിരിക്കുന്ന ഈ നിർമ്മാണം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും അതിൻ്റെ ഒരു സുരക്ഷയും ഉറപ്പുവരുത്താത്ത രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ ആളുകൾ നടത്തിയിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കളക്ടർ ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഈ അപകടം നടന്ന മേഖലയിലേക്ക് ആലപ്പുഴ ജില്ലാ കളക്ടർ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ തന്നെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ഫയർഫോഴ്സിൻ്റെ അടക്കമുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ജില്ലാ കളക്ടർ സന്ദർശിച്ച് ഇതിലൊരു വിശദീകരണം നമുക്ക് അല്പസമയത്തിനകം പ്രതീക്ഷിക്കാം. ഏതായാലും ഈ സുരക്ഷാ വീഴ്ചയുടെ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത്തരത്തിൽ ഈ നിർമ്മാണത്തിലിരിക്കുന്ന ആളുകൾക്കും ഈ പരിസരവാസികൾക്കും വലിയ ആശങ്കകളുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ ഒരു ഗർഡർ വീണിട്ടുള്ള ഒരു അപകടം നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെ ഒരു 2:30 കൂടി നടക്കുന്ന ഒരു സുരക്ഷ അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹം പുറത്തെടുക്കാൻ വരെ ഉണ്ടാകുന്ന ഒരു കാലതാമസം എല്ലാവരും നമ്മൾ അറിഞ്ഞതാണ്. 2:30-ക്കുണ്ടായ ആ ഒരു അപകടത്തിന് ശേഷം ഈ ഒരു മൃതദേഹം പുറത്തെടുക്കുന്നത് ഏറെ വൈകിയാണ്. ഈ പ്രദേശവാസികളോടൊക്കെ പറയുമ്പോൾ ഇവിടെ വാഹനം ഓടിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ അവരോടെല്ലാം പറയുമ്പോൾ അവർ പറയുന്നതും ഞങ്ങൾക്ക് ഇതിലെ പോകാനായിട്ടുള്ള ഒരു ഭയമാണ്. കാരണം അത്രയ്ക്കും വലിയ ഗർഡറുകൾ ഇപ്പോൾ നമുക്ക് ഇതിൽ കാണാം. നേരത്തെ ബിനിൽ സൂചിപ്പിച്ച പോലെ 80 ടണ്ണോളം ഭാരം വരുന്ന ഒരു ഗർഡറാണ്. ആ ഒരു ഗർഡർ വീണ് കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളതിൽ നമുക്ക് ഒരു സംശയവുമില്ല. കാരണം അതുപോലെ ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. വാഹനത്തിൻ്റെ നടുവിൽ വീണത് മൊത്തത്തിൽ തകർന്നു പോകുന്ന ഒരു നിലയിലായിരുന്നു. അതിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കാൻ വരെ ഒരു കാലതാമസം ഉണ്ടായി എന്നുള്ളത് ഏറ്റവും